രക്ഷാദൗത്യത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് കെ വി ശ്രീധരൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല കാര്യങ്ങൾ നോക്കിയിട്ടാണ്. ഒന്ന്, ആ സിഗ്നലുകൾ നിരീക്ഷിച്ചുകൊണ്ട് ആ സ്ഥലത്തെ മണ്ണെടുപ്പ്. ഒപ്പം അവിടെ ഒരു കർവായിരുന്നു, അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതയും ഉണ്ടായിരുന്നു. അതും കൂടി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമായിരിക്കും ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അല്പസമയം മുൻപ് MLA നമ്മളത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പോൾ കുത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി തന്നെ കാണാൻ പറ്റുന്നതാണ്. ആ ഏരിയ അത് കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെ മണ്ണെടുപ്പ് നടക്കുന്നത് എന്നുള്ളതാണ്. അവിടെ ഒരു പക്ഷേ ആ വണ്ടി ഉണ്ടാകാം, നമ്മൾ അതിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട്. കെ വി ശ്രീധരൻ തുടരുന്നുണ്ട്. ശ്രീധരൻ, ആ കറക്റ്റ് സ്പോട്ട് അതിപ്പോൾ നമ്മൾ വ്യക്തമായി തന്നെ കാണുന്നുണ്ട്, പ്രേക്ഷകർ കാണുന്നുണ്ട്. അവിടം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കൃത്യമായി മണ്ണെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. MLA അല്പസമയം മുൻപ് പറയുന്നുണ്ടായിരുന്നു, ഏകദേശം 1 മണിക്കൂറോളം ആ സമയത്തിനകത്ത് അവിടുത്തെ മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കുമായിരിക്കും, ഇല്ലെങ്കിൽ മറ്റു വഴികൾ തേടുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ കൃത്യമായിട്ട് അവിടെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? പ്രതികൂലമായ പല സാഹചര്യങ്ങളുമുണ്ട്. എന്താണ് അവിടെ നടക്കുന്നത്? പോള് കുത്തി വെച്ച സ്ഥലത്താണ് കൂടുതൽ ഇന്നലെ ഈ സാധ്യത, ലോറി അവിടെ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ കേന്ദ്രീകരിച്ച് ഇന്നലെ മുതൽ തന്നെ തിരച്ചിൽ നടത്തുന്നത്. അപ്പോൾ ആ ചുവന്ന കൈയുള്ള ഹിറ്റാച്ചി കൊണ്ട് മണ്ണ് മാറ്റുന്ന ഭാഗത്താണ് കൂടുതൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ പരിശോധനകൾ വളരെ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നത്. ഏതായാലും അവിടെ ഇനി ഏതാണ്ടൊരു 1.5 ആൾ പൊക്കത്തിലുള്ള മണ്ണ് അവിടെ നിന്ന് മാറ്റാനുണ്ടാകും. അതിൻ്റെ ഈ ഹിറ്റാച്ചി നിൽക്കുന്ന ഭാഗത്ത് നിന്ന് അത് മാറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് മാറ്റും തോറും ഏതെങ്കിലും തരത്തിലുള്ള നമുക്ക് സൂചനകൾ ലഭിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. 1 മണിക്കൂറിനകം അത് മാറ്റാനാകും ആണ് രക്ഷാപ്രവർത്തകർ MLAക്ക് ബ്രീഫ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത 1 മണിക്കൂർ നിർണായകം എന്ന് തന്നെ MLA പറയുന്നതും. ഏതായാലും ആ 1 മണിക്കൂറിൽ അവിടെ നിന്ന് നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ഈ പുഴയുടെ കരയിലുള്ള ഈ ഭാഗത്ത്, ഇവിടെ ഈ മണ്ണ് കൂടി കിടക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ടാവും. ഈ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്ത് പരിശോധിക്കും. അതിൽ കൂടുതൽ ദൂരത്തേക്ക് ഇത് പുഴയിൽ വീണിട്ടില്ല എന്ന് ഉറപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞ ആ ഒരു കർവ്, വണ്ടി പാർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ആ ഒരു കർവിന് നേരെ ഓപ്പോസിറ്റുള്ള ആ ഭാഗമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ചെറിയ മൺകൂന. ഈ വണ്ടി എന്നുള്ളത് ഫുൾ ലോഡഡ് ആണ്. ഏതാണ്ട് ഒരു 45 ടണ്ണോളം ഭാരം വരുമെന്നാണ് അതിൻ്റെ ഉടമകളൊക്കെ ഇന്നലെ പറഞ്ഞത്. അതായത് വണ്ടിയുടെ ഭാരം കൂടാതെ വണ്ടിക്കുള്ളിൽ ഫുൾ ലോഡായിട്ട് തടിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി അധികം ദൂരത്തേക്ക് പോകാൻ. ഈ സാഹചര്യങ്ങളെല്ലാം, ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടാണ് ഇപ്പോൾ അവിടെ തെരച്ചിൽ പുരോഗമിക്കുന്നത്.